CMA USA പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? എന്നാ നമ്മുടെ കൂടെ കൂടിക്കോ, ഞാൻ പഠിപ്പിച്ചു തരാം. CMA USA അല്ലെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, അത് ഇന്ത്യയുണ്ട്, USA ഉണ്ട് അല്ലെ. ഇന്ത്യയുടെ അകത്ത് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ചൂസ് CMA USA. ഇല്ല, സോറി, CMA ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CMA USA ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ CMA USAയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 പേപ്പറേ ഉള്ളൂ. ഒരു കൊല്ലം കൊണ്ട് പരിപാടി തീരും. ഇഫ് യു ആർ റെഡി, നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് പരിപാടി തീരും. അപ്പൊ 2 പേപ്പറിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, എങ്ങനെ പഠിക്കണം, ഇതൊക്കെ യൂട്യൂബിൽ മറ്റുള്ള വീഡിയോസിൽ അവൈലബിൾ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടും, ശമ്പളം എത്ര ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ CMA USA എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ മലയാളത്തിൽ കുറെ വീഡിയോസ് വരും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നോ പ്രോബ്ലം. അപ്പൊ ഇതിനെ കുറിച്ചൊരു ചെറിയൊരു ബേസിക് ഐഡിയ തന്നിട്ട് ചാപ്റ്ററിലോട്ട് കിടക്കാനുള്ള എന്ത് പഠിക്കണം, പഠിപ്പിച്ചു തരുന്ന വീഡിയോസ് യൂട്യൂബിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസിന്റെ കൂടെ ഞാൻ ബേസിക്സിൽ സ്റ്റാർട്ട് ചെയ്യും. CMA USAയുടെ ബേസിക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ പാർട്ട് 2 പാർട്ട് 1 ആയിട്ട് അങ്ങനെ കയറി പോകും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് പോയി എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, ലിസൺ. അപ്പോ എന്താണ് CMA USA? 2 പേപ്പറാണുള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2. ഈ 2 പേപ്പറിൽ നമുക്ക് മൊത്തത്തില് 12 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, 12 സെക്ഷൻസ് പഠിക്കാനുണ്ട്. സെക്ഷൻ ABCDE എന്ന് പറഞ്ഞിട്ട് പാർട്ട് 1ലും പാർട്ട് 2ല് സെക്ഷൻ ABCDEF മുതൽ അങ്ങനെ ഒരു 12 എണ്ണം മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പാർട്ട് 1ൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇങ്ങനെ അതിൽ മൊത്തം ഒരു 6 ചാപ്റ്റർ ഉണ്ടാവും. പാർട്ട് 2ല് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് മുതൽ പ്രൊഫഷണൽ എത്തിക്സ് വരെ അതിലൊരു 6 ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു 6 ചാപ്റ്റർ അതിലൊരു നമുക്ക് ഇത്രയും കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു പേടിപ്പിക്കണില്ല, അത്ര വലിയ സംഭവം ഒന്നല്ല. ഏത് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന ടെക്സ്റ്റ് ബുക്ക് എന്താണോ, ഇപ്പൊ കുറെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് കൊടുത്താൽ കിട്ടുക, അതൊരു ചോദ്യമാണല്ലോ അല്ലെ. ഹോക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്, വൈലിയുടെ ടെക്സ്റ്റ് ബുക്ക്, ഇതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ മനസ്സിലാവും. ഹോക്ക് HOCK ഇതൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. അവരുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കുകൾ പർച്ചേസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അവർ തരുന്ന മെറ്റീരിയൽ എന്താണോ ഈ മെറ്റീരിയലിന്റെ അതിനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അല്ല PSC പരീക്ഷകൾക്കുള്ള പോലെ നമ്മളൊരു മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു മെറ്റീരിയലിന് വേറെ ക്വസ്റ്റ്യൻ വന്നിട്ട് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോ നമുക്ക് ഇവിടെയുള്ള ടെക്സ്റ്റ് ബുക്ക് എന്താണ്, അവർ തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാണോ, സിലബസ് എന്താണോ അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ ഇറ്റ്സ് ഷുവർ. ഓക്കെ, അപ്പോ ഈ പാർട്ട് 1ലും പാർട്ട് 2ലും പാർട്ട് 2 ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ തുടങ്ങിയാലും കുഴപ്പമില്ല. പാർട്ട് 2 കഴിഞ്ഞിട്ട് പാർട്ട് 1 പഠിച്ചാലും പാർട്ട് 1 കഴിഞ്ഞ് പാർട്ട് 2 കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുമിച്ച് പരീക്ഷ എഴുതാം. ഇനി പാർട്ട് 2 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പാർട്ട് 1 എഴുതാം. ഇനി പാർട്ട് 1 കഴിഞ്ഞിട്ട് പാർട്ട് 2 എഴുതാം. ഇനി രണ്ടും കൂടി ഒരുമിച്ച് പരീക്ഷ എഴുതാം. ഇറ്റ്സ് വാട്ട് എവർ, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോ എവിടെ എക്സാം സെന്റർ? കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരുണ്ട്. ഓക്കെ, CMA USA ആർക്കാണ് ചെയ്യാൻ പറ്റുക? +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് CMA USAക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ്, ഇനി +2 കഴിഞ്ഞ് നിങ്ങൾ CMA USAക്ക് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഡിഗ്രി മസ്റ്റാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് CMA USAക്ക് വരുന്നതാണ്. CMA USA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകൾ പോലത്തെ ഉള്ള സെന്ററുകളിലെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തു നമ്മുടെ കോളേജ് ലൈഫ് മിസ്സാവും. അപ്പൊ കോളേജ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ CMAക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോ +2 കഴിഞ്ഞ അതും CMA USA നിങ്ങൾ ഇപ്പൊ തന്നെ, നിങ്ങൾ ഇത്രാം ക്ലാസ്സിലാണ് നമുക്ക് അറിയാം. ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർ കാണുന്നുണ്ടാവും, +2 കഴിഞ്ഞവർ കാണുന്നുണ്ടാവും, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ കാണുന്നുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ +1ൽ കൊമേഴ്സ് എടുക്കുന്നതാണ് CMA USAക്ക്. കാരണം CMA USAക്ക് എന്ന് പറയുന്നത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ് കാര്യമായിട്ടുള്ളത്. പിന്നെ കുറച്ചധികം മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാത്സ് ഒന്നുമില്ല. പെർസെന്റേജ് കാണാനും റേഷ്യോസ് കാണാനും കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും മാത്രം പഠിച്ചാൽ മതി. ഇത്രേ അതിന്റെ അകത്ത് ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ പണ്ടത്തെ നമ്മുടെ 10ാം ക്ലാസ്സിലെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നമ്മുടെ X-ഉം Y-യും ഇട്ടിട്ട് കുറച്ച് പരിപാടികളുണ്ട്, ഇക്വേഷൻസ്. അതിന്റെ കുറച്ച് ഐഡിയയും കൂടി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CMA USA വളരെ വളരെ ഈസിയാണ്. പല ചാപ്റ്ററുകളും നിങ്ങൾക്ക് പെട്ടെന്ന് തീർത്തു പോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോ ആദ്യം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് CMA USAന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കൊമേഴ്സ്, നിങ്ങളൊരു +2 കൊമേഴ്സ് കഴിഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്ത് വിടാം, അടുത്ത വീഡിയോ എടുക്കാം. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണണമെന്നില്ല.
കാരണം ഞാൻ ലെഡ്ജറും ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും ഇതിന്റെ ഒക്കെ ഒരു ഐഡിയ തരിക എന്നുള്ളതാണ്. ഒരിക്കലും ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞു തരില്ല, കാരണം ഇത് പറഞ്ഞു തരേണ്ട ആവശ്യം നമുക്കില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പല വീഡിയോസ് അവൈലബിൾ ആണ്. ഞാനല്ല, മറ്റുള്ളവർ ഉണ്ടാക്കിയ വീഡിയോസ് അവൈലബിൾ. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് അക്കൗണ്ടന്റ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ അവിടെയാണ് അവൈലബിൾ ആണ്. എന്താണ് ഒരു CMA USA കാരുടെ പണി? ഒരു അക്കൗണ്ടന്റ് ഉണ്ടാക്കി വെക്കുന്ന കുറെ റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ. ഒരു ബിസിനസിന്റെ കുറെ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കണക്കുണ്ടാക്കി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ആ മാസത്തിലെ ബിസിനസ് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ, എന്താണ് ബിസിനസ്, ഇത് എങ്ങോട്ടാ പോകുന്നത്, ഇത് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എടുത്തു പോകും. ഇത് CMA കാരങ്ങനെ എടുത്തു നോക്കിയിട്ട് ബിസിനസ് ഒരു നഷ്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ബിസിനസ് ഇന്ന പ്രശ്നത്തിൽ, ഇതൊരു ഐഡിയ മാത്രം തരികയാണേ, ഇതിങ്ങനെയൊന്നല്ല, ചെറിയൊരു ഐഡിയ തരികയാണ്, നഷ്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് തന്ത്രപരമായ തീരുമാനം എടുക്കണം, എന്നാലേ ബിസിനസ് ഉഷാറാവുള്ളൂ. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കലാണ് CMA USA കാരന്റെ പണി. മനസ്സിലായല്ലോ? CMA കാരന്റെ പണി, CMA USA ആൾക്കാരുടെ CMA കാരന്റെ പണി. അപ്പോ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ആദ്യം വായിക്കാൻ അറിയണം. അപ്പോൾ ആ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയും അത് റീഡ് ചെയ്യൽ എങ്ങനെയാണ്, അത് മനസ്സിലാക്കി എടുക്കൽ എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഞാൻ ഈ ബേസിക് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ ലിസൺ. അപ്പോ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യം ജേണൽ ആയിരിക്കും, ജേണൽ എൻട്രി, പിന്നെ അത് ലെഡ്ജറിലോട്ട് മാറ്റും, ലെഡ്ജറിന്റെ ട്രയൽ ബാലൻസിലോട്ട് മാറ്റും, പിന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ്, ഓരോന്നോരോന്ന് എന്താന്ന് പറഞ്ഞുതരാം. ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെക്കോർഡ് ഓഫ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദി അക്കൗണ്ടിംഗ് ബുക്സ് ഓഫ് എ ബിസിനസ്. ഇറ്റ്സ് എ ഇൻവോയ്സ് എൻട്രി അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഓഫ് ആൾ ഡെയിലി എൻട്രീസ് ഇൻ എ അക്കൗണ്ടിംഗ് ബുക്ക് 1 by 1 in order. ജേണൽ എൻട്രി അത് പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കും. നമുക്കൊരു ഷോപ്പ് ഉണ്ട്, എനിക്കല്ല എന്റെ മൊയിലാളിക്ക് ഒരു ഷോപ്പ് ഉണ്ട്, കുറെ ബില്ലുകൾ വരും അല്ലെ. ആ ഷോപ്പിൽ കുറെ സാധനം വിറ്റ് പോകുന്നുണ്ടാവും, കുറെ സാധനങ്ങൾ വരുന്നുണ്ടാവും, പെട്രോൾ അടിച്ചിന്റെ ബില്ലുണ്ടാവും, ട്രാൻസ്പോർട്ടേഷന്റെ ബില്ലുണ്ടാവും, ടാക്സിന്റെ ബില്ലുണ്ടാവും, ലോറിയുടെ ബില്ലുണ്ടാവും, അങ്ങനെ കുറെ ബില്ലുകൾ ഇങ്ങനെ അക്കൗണ്ടന്റിന്റെ മുന്നിൽ മാക്സിമം ഇങ്ങനെ അട്ടിക്കട്ടി ഇങ്ങനെ വരികയാണ്. ഇത്രയും കട്ടി ബില്ല് ഇവിടെ ഉണ്ട്. ഈ ബില്ല് ഞാനിങ്ങനെ കമ്പ്യൂട്ടറിൽ അടിച്ചടിച്ച് 1 by 1 ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റുമല്ലോ. ഇതിനാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഞാൻ ഒന്നിന്റെ അടിയിൽ ഇതിങ്ങനെ ലിസ്റ്റ് ആക്കി ഇടും. പെട്രോൾ അടിച്ചത് 10 രൂപ ഉദാഹരണം, കറണ്ട് ബില്ല് 200 രൂപ, അതിന്റെ താഴെ കറണ്ട് ബില്ല് 200 രൂപ. നമ്മുടെ രാമേട്ടൻ ഒരു 2000 രൂപന്റെ സ്റ്റോക്ക് എടുത്തു, രാമേട്ടൻ ഒരു 2000 രൂപ. ഇങ്ങനെ 1 by 1 ബില്ല് ഇങ്ങനെ അടിച്ചു കയറ്റുന്നതിനാണ് ഫസ്റ്റ് സ്റ്റേജ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിനെന്താക്കി മാറ്റും? ലെഡ്ജർ ആക്കി മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മല്ലേ, ജേണൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? ലെഡ്ജർ അല്ലേ. പിന്നെ ജേണൽ എൻട്രീനെ ലെഡ്ജർ ആക്കി മാറ്റും. എന്താ ലെഡ്ജർ? കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് എൻ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് എ പീരിയഡ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ സെപ്പറേറ്റ് അക്കൗണ്ട്സ്. നമ്മൾ ഇതിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഇട്ടൊക്കെയല്ലേ, ലിസ്റ്റ് ചെയ്തിട്ടൊക്കെയല്ലേ, ഇതിനൊന്ന് സോർട്ട് ചെയ്ത് മാറ്റണം. ഇപ്പൊ ഉദാഹരണമായിട്ട് അതിന്റെ സോർട്ടിംഗ് ആണ് താഴെ തന്നിട്ടുള്ള ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഒക്കെ പറഞ്ഞുതരാം. ഇത് സോർട്ട് ചെയ്ത് മാറ്റണം. കുറെ ബില്ലുകൾ ഇങ്ങനെ 1 by 1 ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടിട്ട് കാര്യമുണ്ടോ? ഇപ്പോ ക്യാഷ് ആയിട്ട് എത്ര വന്നു, ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ട്, രാമേട്ടന് എത്ര കൊടുക്കാനുണ്ട്, രാമേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അബുവിന്റെ കയ്യിൽ നിന്ന് എത്ര കൊടുക്കാനുണ്ട്, അബു ഒക്കെ കസ്റ്റമേഴ്സ് ആണ്, അബുവിന്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കാൻ മനസ്സിലാവും. ലിസ്റ്റിൽ ആകപ്പാടെ മിക്സ് ആയി കിടക്കല്ലേ. ഇത് നമുക്ക് സോർട്ട് ചെയ്യണം. രാമേട്ടന്റെ മാത്രം ഇങ്ങോട്ട് പോരട്ടെ, അബുവിന്റെ മാത്രം ഇങ്ങോട്ട് പോരട്ടെ, ക്യാഷിൽ എത്ര ഉണ്ട് ഇങ്ങോട്ട് പോരട്ടെ, ബാങ്ക്. ഇതിനാണ് നമ്മൾ ലെഡ്ജർ ആക്കി മാറ്റാന്ന് പറയാം. ലെഡ്ജർ അക്കൗണ്ട് ഓരോരുത്തരുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അക്കൗണ്ടിലേക്ക് മാറ്റും. അതിൽ ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അബു നമുക്ക് 10 രൂപ ക്യാഷ് ആയിട്ട് തന്നു. അപ്പോ 10 രൂപ നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ട് വന്നല്ലോ, അത് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. അബുയുടെ അക്കൗണ്ടിൽ നമ്മളിത് കാണിക്കും. അബു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും 10 രൂപ വന്നു. അത് എങ്ങോട്ടാ പോയത്? ക്യാഷ് അക്കൗണ്ടിക്കല്ലേ പോയത്, ക്യാഷിക്കല്ലേ പോയത്. അത് ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കും. അബു 10 രൂപ അവിടെയും തന്നു. ക്ലിയർ ആയല്ലോ? അപ്പം ക്യാഷ് എടുത്ത് വെക്കാൻ മനസ്സിലാവും. നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ക്യാഷ് ഉണ്ട്, അത് ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ മതി. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് കൂടെ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പൊ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ മതി. അല്ല ബാങ്കിലെ നമ്മളെ ശരിക്കുള്ള ബാങ്കിൽ, ഇനി ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക്, അവിടെ പോയിട്ട് നോക്കൊന്നും വേണ്ട നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്. ഇവിടെ അക്കൗണ്ടിനോട് ചോദിക്കും, എടാ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് ചോദിച്ചാൽ അവിടെ അയാൾ ഈ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കും, ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ക്യാഷിൽ എത്ര പൈസ ഉണ്ട്, നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ട് എടുത്ത് നോക്കും, ക്യാഷ് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ഇനി നമ്മുടെ അരുൺ അക്കൗണ്ട്. അരുൺ നമ്മുടെ ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കും. അരുണിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവാം, ചിലപ്പോൾ അരുണിന് നമുക്ക് പൈസ തരാനുണ്ടാവാം.
അപ്പോ ഇതൊക്കെ നമ്മൾ അരുൺ അക്കൗണ്ടന്റിന്റെ താഴെ ഇതൊരു പേജ്, ഒരു ബുക്ക് മൊത്തം അരുണിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അതിന്റെ താഴെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ അരുണുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മൊത്തം നമ്മൾ ഈ അരുൺ അക്കൗണ്ടിൽ ഇതിങ്ങനെ ഡേറ്റ് ഇട്ട് കൊടുക്കും. ഇപ്പൊ പെട്ടെന്ന് അരുൺ അത്രയും പൈസ കൊടുക്കാണ്ടോ, അരുണ് പെട്ടെന്ന് തിരിച്ചു വിടണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ ജേണൽ എൻട്രി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കത്തേ ഉള്ളൂ. കാരണം ഇതിന്റെ അകത്ത് നിന്ന് അരുണെ തപ്പെടുക്കണമെങ്കിൽ കുറെ പണിയാണ്. അരുണ് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് എടുക്കുക, എന്നിട്ട് അരുണ് ഇനി എത്ര കൊടുക്കാനുണ്ട്, ഇതിനാണ് ലെഡ്ജർ. ഇനി അടുത്തത് ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബിൽ റിസീവബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കടത്തിന് ക്രെഡിറ്റിന് സാധനം കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന്. ക്രെഡിറ്റിന് ഇപ്പൊ ഈ അരുണാണെങ്കിലും അബു ആണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ഈ കസ്റ്റമേഴ്സിന് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ കടയാണെന്ന് വിചാരിക്കും, നമ്മൾ കുറെ റീറ്റെയിൽ കടക്കാർക്ക് നമ്മൾ സാധനം കൊടുക്കുകയാണ്. അവരപ്പം തന്നെ പൈസ എടുത്ത് തരും? ഇല്ലല്ലോ. അപ്പൊ തന്നെ അവർ പൈസ എടുത്ത് അവർ ക്രെഡിറ്റിനാണ് സാധനം കൊണ്ടുപോവുക കടത്തിന്. അതെന്തിനാ? ഇതൊരു ബിസിനസ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബിസിനസ് അഡ്ജസ്റ്റ്മെന്റ്. ഈ സാധനം അവരുടെ കയ്യിൽ നിന്ന് എന്നാണോ സെയിലായി പോകുന്നത് അപ്പോ നമുക്ക് ആ ക്യാഷ് തരും. അത് പല പല കണ്ടീഷന് പല രീതിയിലാണ്. ചിലപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോക്ക് കൊടുക്കുമ്പോൾ പഴയ സ്റ്റോക്കിന്റെ പൈസ തരും. ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോ കുറെ ആളുകൾ നമുക്ക് പൈസ തരാനുണ്ടാവും. ഈ തരാനുള്ളതൊക്കെ നമ്മൾ ബിൽ റിസീവബിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്ക് മാറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരൊക്കെ എത്രയൊക്കെ പൈസ തരാനുണ്ട്, ടോട്ടൽ എത്ര പൈസ കിട്ടാനുണ്ട് എന്ന് നോക്കണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ബിൽ റിസീവബിൾ അക്കൗണ്ട് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ ബിൽ പേയബിൾ അക്കൗണ്ട്. അടുത്തത് എന്താ ബിൽ പേയബിൾ അക്കൗണ്ട്? നമുക്ക് സാധനം എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ വേറെ ആളെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ. നമ്മൾ ഹോൾസെയിൽ കടക്കാരനാണെങ്കിൽ നമുക്ക് സാധനം കിട്ടിയ ഫാക്ടറിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ആ സാധനം വാങ്ങിക്കൊടുന്നെങ്കിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. ചില ആളുകൾ കൊടുക്കും, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ എന്താ എപ്പോഴാണ് കൊടുക്കുക? നമ്മളെ കയ്യിൽ നിന്ന് ഈ സാധനം എപ്പോഴാണോ വിറ്റ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ പൈസ എടുത്തിട്ട് ഫാക്ടറിക്കാർക്ക് കൊടുക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ആരുമായിട്ട് കടക്കാരനാണ്? ഇപ്പൊ ഫാക്ടറി ആയിട്ട് കടക്കാരനല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കാനാണത് അല്ലെ. കൊടുക്കാനുള്ളത് എഴുതി വെക്കുന്നതാണ് ബിൽ പേയബിൾ അക്കൗണ്ട്. അപ്പൊ ഇനി എത്ര നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് ആലോചിച്ചിരിക്കണ്ട. ബിൽ പേയബിൾ അക്കൗണ്ട് എടുത്ത് നോക്കുക. എത്ര കൊടുക്കാനുണ്ട്, എത്ര കൊടുത്തു എന്നുള്ളത് ബിൽ പേയബിൾ അക്കൗണ്ടിൽ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം CMA യൂസേക്കാരൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്. ഉദാഹരണമായിട്ട് അരുൺ എന്നെ എടുക്കാം. നമ്മൾ അരുൺ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് 2 ലക്ഷം റുപ്യ തരാനുണ്ട്. അത് അരുൺ അക്കൗണ്ടിൽ ഉണ്ടാവുമല്ലോ. 2 ലക്ഷം റുപ്യ തരാനുണ്ട് എന്നുള്ള അരുൺ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ നമുക്ക് ഉറപ്പാണ് ഈ 2 ലക്ഷം റുപ്യയിൽ അവൻ 50,000 റുപ്യ തരൂല നമുക്ക് ഉറപ്പായി. അത് കിട്ടാക്കടായി കിടക്കുകയാണ്. തരൂല. അത് കുറെ വർഷങ്ങളായിട്ടും തരാതെ കിടക്കുകയാണ്. ഈ 2 ലക്ഷം റുപ്യ എന്നുള്ളത് ഒറ്റടിക്ക് വന്നതല്ലല്ലോ. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനിലും ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടി മൊത്തത്തിൽ ആരെങ്കിലും തരാണ്ട് 2 ലക്ഷം റുപ്യ തരാണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പാണ് ഇതിൽ 50,000 റുപ്യ അരുൺ തരൂല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര രൂപ നമുക്ക് കിട്ടാനുള്ളൂ? 1.5 ലക്ഷം റുപ്യല്ലേ കിട്ടാനുള്ളൂ. ആ 50,000 നമുക്ക് കിട്ടോ? കിട്ടൂലല്ലോ. അപ്പൊ കിട്ടൂല എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കാനുള്ളതാണ് ബാഡ് ഡെപ്റ്റ്. കിട്ടാക്കടം എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ബാഡ് ഡെപ്റ്റിലോട്ട് നമ്മളിത് ഈ അക്കൗണ്ട് 50,000 രൂപ നമ്മളെ മാറ്റും ബാഡ് ഡെപ്റ്റിലോട്ട്. അപ്പൊ നമ്മൾ ബാഡ് ഡെപ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരൊക്കെ നമുക്ക് തരാത്ത പൈസകൾ, ആരൊക്കെ നമുക്ക് കിട്ടാക്കടായിട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബാഡ് ഡെപ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിന്റെ മീനിങ് എന്താ? മൂലധനം. അല്ലെ? ഇപ്പോ മുതലാളി ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മൊയിലാളി ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറക്കണ്ട 30 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഈ 30 ലക്ഷം റുപ്യ എവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 30 ലക്ഷം റുപ്യ കാണിക്കും. ക്ലിയർ ആയല്ലോ? പിന്നീട് ബിസിനസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 30 ലക്ഷം റുപ്യ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടല്ലോ. അയാൾ എന്ത് ചെയ്തു? ഒരു 10 ലക്ഷം കൂടി ഇട്ട്. അത് എവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ബാലൻസ് ടോട്ടൽ എത്ര ഉണ്ടാവും? 40 ഉണ്ടാവും. നേരത്തെ 30ഉം ഇപ്പത്തെ 10ഉം 40 ലക്ഷം റുപ്യ ഉണ്ടാവും. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനം വരുമ്പോൾ അത് കാണിക്കാനുള്ളതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തത് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇപ്പോ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മുതലാളി എന്തെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ്സിനല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ വിഡ്രോ ചെയ്താൽ അത് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ കാണിക്കണം. എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറക്കും വേണം. ഇപ്പോ 40 ലക്ഷമാണ് കയ്യിലുള്ളത്. പെട്ടെന്ന് മുതലാളിക്ക് എന്തോ ഒരു ആവശ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു, അയാൾക്ക് പൈസ വേണം, ഒരു 5 ലക്ഷം റുപ്യ അയാൾക്ക് അത്യാവശ്യമാണ്. അയാൾ എന്ത് ചെയ്യും? ബിസിനസ്സിലിട്ട 40 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം റുപ്യ വലിക്കൂലേ? സ്വന്തം കാര്യത്തിനാണല്ലോ, ബിസിനസിന് വേണ്ടിയിട്ടല്ലല്ലോ വലിച്ചത്. ഈ സ്വന്തം കാര്യത്തിന് വലിച്ച ഈ 5 ലക്ഷം റുപ്യ ഇവിടെ കാണിക്കണം, ഡ്രോയിങ്സ് അക്കൗണ്ടിൽ കാണിക്കണം.
അങ്ങനെ കാണിച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 40 ഇനി അവിടെ ഉണ്ടാവൂ? ഇല്ലല്ലോ. എത്ര ഉണ്ടാവുള്ളൂ? 35 ലക്ഷമേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി അടുത്ത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അല്ല. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇടിയ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ലോറി വാങ്ങി, നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ലോറി വാങ്ങി. ഈ ലോറി വാങ്ങിയത് നമ്മളൊരു 30 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് ആ ലോറി വാങ്ങിയത് എന്ന് വിചാരിക്കുക. ഈ ലോറി നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് വിൽക്കുകയാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഈ 30 ലക്ഷം റുപ്യ കിട്ടുമല്ലേ? നിങ്ങൾ എന്താ പറ? കിട്ടൂലല്ലോ. 30 ലക്ഷം റുപ്യ 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ ലോറി വെക്കണമെന്നുണ്ടെങ്കിൽ 15 ലക്ഷം റുപ്യ മിനിമം പ്രതീക്ഷിച്ചാൽ മതി. അത്രേ കിട്ടുള്ളൂ. 30 ലക്ഷം റുപ്യ കൊടുത്ത് വാങ്ങിയ ലോറിക്ക് അത്രയൊക്കെ കിട്ടുള്ളൂ. 15 ലക്ഷം റുപ്യ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ എന്താ പറ്റി? വില ഇടിഞ്ഞില്ലേ? ഇനി ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് വില ഇടിച്ചിടിച്ചിടിച്ച് കാണിക്കാനുള്ളതാണ്. ഐ മീൻ വില കുറയുന്നത് കാണിക്കാനുള്ളതാണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഇതില്ലെങ്കിലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ നമ്മൾ ലോറി വാങ്ങിയത് ചെയ്തു. എങ്ങനെ വാങ്ങിയത്? 30 ലക്ഷം റുപ്യ ക്യാഷ് കൊടുത്തിട്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് 30 ലക്ഷം റുപ്യ പോകും. ക്യാഷ് പോയല്ലോ. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എന്ത് വരും? ലോറി എന്ന് പറഞ്ഞിട്ട് വരും. ലോറിക്ക് ഇപ്പൊ എത്ര വില ഉണ്ട്? 30 ലക്ഷം റുപ്യ ഉണ്ടല്ലോ. ലോറി വിറ്റ് എത്ര റുപ്യ കിട്ടണം? 30 ലക്ഷം റുപ്യ കിട്ടണ്ടേ? ഒരു വർഷം കഴിഞ്ഞു, ഇപ്പോൾ അതിന്റെ വില എത്രയാണ്? 30. 2 വർഷം കഴിഞ്ഞു, ഇപ്പോൾ അതിന്റെ വില എത്രയാണ്? 30. ബുക്കിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ 30 ലക്ഷം റുപ്യ ഇപ്പോഴും വില ഉണ്ട്. 10ാമത്തെ കൊല്ലം ബുക്കിൽ 30 റുപ്യ വില ഉണ്ട്, 30 ലക്ഷം റുപ്യ വില ഉണ്ട്. വണ്ടി അങ്ങ് വിറ്റു. നമുക്ക് എത്ര കിട്ടിയുള്ളൂ? 15 ലക്ഷം. അതാ. ബാക്കി 15 ഇവിടെ മോയിലാല് വന്നിട്ട് അക്കൗണ്ടിന്റെ കൊമ്പൊക്കെ പിടിച്ചിട്ട് എവിടെയാ പൈസ വയ്ക്കും? ആ പ്രശ്നം വരാതെക്കാനാണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? എവിടെ ഒരു പ്രശ്നം വരുന്നത്? നമ്മൾ ഈ വില കുറയുന്നത് ഓരോ വർഷം ചെല്ലുമ്പോഴും ഈ വാഹനത്തിന്റെ വില കുറഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് കാണിക്കണം അക്കൗണ്ട്സിൽ. ക്ലിയർ ആയല്ലോ? കണക്ക് പക്കായിരിക്കണം. അതിനാണ് വില കുറയുന്നത് നമ്മൾ വില കുറച്ച് തന്നെ കാണിക്കണം. അപ്പോ ഇത് കുറയ്ക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ മെത്തേഡ് ഉണ്ട്. ഡിപ്രിസിയേഷൻ മെത്തേഡുകൾ കുറെ ഗവൺമെന്റ് എന്ന് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ കുറക്കാൻ പറ്റൂല. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡിപ്രിസിയേഷനെ കുറിച്ച് കൂടുതൽ ഐഡിയാസ് നമ്മൾ വരുമ്പോൾ പഠിക്കും. ഓക്കെ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡിപ്രിസിയേഷനില് നമ്മള് ഒരു വർഷം ഉദാഹരണം മാത്രമാണ് 10% ഒന്നാമത്തെ വർഷം വില കുറയ്ക്കണം. അപ്പോ നമ്മൾ 30 ലക്ഷം അല്ലേ പറഞ്ഞ? 30 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം. 3 ലക്ഷം ഒന്നാമത്തെ വർഷം ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ കാണിക്കും. ഇപ്പൊ ലോറിക്ക് എത്ര വില ഉണ്ടാവുള്ളൂ? 30 ഉണ്ടാവൂ. 27 ലക്ഷം ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നമ്മൾ 10ാമത്തെ വർഷം എത്തുമ്പോത്തിന് ഇങ്ങനെ എല്ലാ വർഷവും 10% വെച്ചിട്ടല്ല കുറയാ. അത് ഓരോ രീതിയുണ്ട്. അതിപ്പോ SLM സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കാം. ഇനി MACRS ആണെങ്കിൽ അതൊന്നല്ല. അത് ഗവൺമെന്റ് തരുന്ന കൃത്യമായിട്ടുള്ള പെർസെന്റേജ് ഉണ്ട്. ഓരോ വർഷം എത്രയാണ് കുറയ്ക്കേണ്ടത് അതിനനുസരിച്ച് വേണം കുറയ്ക്കാൻ. ഇങ്ങനെ കുറച്ച് ഇപ്പൊ ലോറിന്റെ വില ബുക്കില് 15 ലക്ഷം ഉള്ളൂ എന്ന് വിചാരിക്കുക. ക്ലിയർ ആയല്ലോ? ബുക്കിൽ 15 ലക്ഷം. നമ്മൾ ലോറി വിറ്റപ്പോ 20 ലക്ഷം കിട്ടി. ബുക്കിലുള്ള വിലക്കല്ലല്ലോ നമ്മൾ വിൽക്കുക, മാർക്കറ്റിലുള്ള വിലക്കല്ലേ നമ്മൾ സാധനം വിൽക്കുക. 20 ലക്ഷം കിട്ടി. ബുക്കിൽ എത്ര വിലയുള്ളൂ? 15 ലക്ഷം. കിട്ടിയതോ 20. എത്രയാണ് ലാഭം? 5 ലക്ഷം റുപ്യ ലാഭമല്ലേ? ഈ 5 ലക്ഷം റുപ്യ ലാഭം ഗവൺമെന്റിന് മുന്നിൽ 5 ലക്ഷം റുപ്യ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ലാഭം കിട്ടിയില്ലേ? ഈ 5 ലക്ഷം റുപ്യ നമ്മൾ അടക്കേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും. ടാക്സ് അടച്ചാലേ ആ പൈസ എന്താവുള്ളൂ? വൈറ്റ് മണി ആവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി ബുക്കിൽ 15 ലക്ഷം ആണല്ലോ. ലോറി വിറ്റപ്പോ കിട്ടിയ 10 ലക്ഷം റുപ്യ എന്ന് വിചാരിക്കും. എത്ര റുപ്യ നഷ്ടം നമുക്ക്? 5 ലക്ഷം റുപ്യ നഷ്ടം ഉണ്ടല്ലോ. ഈ 5 ലക്ഷം റുപ്യക്കുള്ള ടാക്സ് നമുക്ക് മുടങ്ങി കിട്ടും. 5 ലക്ഷം റുപ്യക്കുള്ള ടാക്സ് ഗെയിൻ എന്നാ പറയാ. അതിന്റെ അർത്ഥം ടാക്സ് ഇങ്ങോട്ട് തരുന്നല്ല, ടാക്സ് മുടങ്ങി കിട്ടും. നമുക്ക് വേറെ എവിടെയെങ്കിലും ബിസിനസ്സിൽ 5 ലക്ഷം റുപ്യന്റെ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ഈ ഒരു 5 ലക്ഷം റുപ്യയുടെ നഷ്ടം വന്നു എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അവിടെ കൊടുക്കേണ്ട ടാക്സ് എന്തായി കിട്ടും? മുടങ്ങി കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഡിപ്രിസിയേഷനിലുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് തോന്നിയ മാതിരി ഡിപ്രിസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അടുത്തത് ട്രയൽ ബാലൻസ്. ലെഡ്ജർ അക്കൗണ്ട്സ് ആൾ ടുഗദർ ഇൻ എ ടേബിൾ. നമ്മൾ ഈ കുറെ ലെഡ്ജർ അക്കൗണ്ടുകളെ കുറിച്ച് പഠിച്ചല്ലോ. ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, അരുൺ അക്കൗണ്ട്. ഇതിങ്ങനെ അതിന്റെ ബാലൻസുകൾ, ക്യാഷ് അക്കൗണ്ടിൽ എത്ര ഉണ്ട്, ബാലൻസ് അക്കൗണ്ടിൽ എത്ര ഉണ്ട്, അരുണിന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള ബാലൻസുകൾ ഇങ്ങനെ വരിക്ക് എഴുതുന്നതിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അടുത്ത 2 സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനുള്ളത്. അടുത്തത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്.
ഇതാണ് നമുക്ക് CMA ആവശ്യമുള്ള ഒന്നാമത്തെ റിപ്പോർട്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾസോ കാൾഡ് P&L ഓർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇതിനെ P&L എന്ന് വിളിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷോർട്ട് ആക്കിയിട്ട് P&L എന്ന് വിളിക്കുന്നതാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. ഇത് വീക്കിലി ബേസിസിൽ ഉണ്ടാക്കാം, മന്ത്ലി ബേസിസിൽ ഉണ്ടാക്കാം, ഇയർലി, നമ്മുടെ ഇഷ്ടം. നമുക്കിപ്പോ ബിസിനസിന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ P&L എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഇനി P&L എന്ന് പറയുള്ളൂ കേട്ടോ, പറയുന്ന അതാ സുഖം, അതുകൊണ്ടാ. അപ്പോ ബിസിനസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ P&L എടുത്ത് നോക്കിയാൽ മതി. P&L നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ബിസിനസിന്റെ അവസ്ഥ എന്താണ്, എത്രത്തോളം, എന്താണ് ഇത് കാണിക്കുന്ന. ലാസ്റ്റത്തെ വരി എന്ന് വെച്ച് നോക്കിയേ, ഹൗ മച്ച് സ്റ്റോക്ക് അവൈലബിൾ. കമ്പനിയിൽ എത്ര സ്റ്റോക്ക് അവൈലബിൾ ആണെന്ന് അറിയണമെങ്കിൽ P&L എടുത്ത് നോക്കിയാൽ മതി. അടുത്ത് എത്ര സെയിൽസ് നടന്നു, P&L എടുത്ത് നോക്കിയാൽ മതി. എത്ര ഇൻകം വന്നു, P&L എടുത്ത് നോക്കിയാൽ മതി. എത്ര എക്സ്പെൻസ് ഉണ്ടായി, P&L അത് റിപ്പോർട്ടാണ്, അക്കൗണ്ടന്റ് ഉണ്ടാക്കി തരുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതാണെന്ന് പറയാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോ P&L എന്താണ് ഒരു P&L ഒരു സ്ട്രക്ചർ ഞാൻ തരാം, നോക്കിക്കോ. P&L ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതില് ഒരു മിനിറ്റ്, നമ്മുടെ ലേസർ പോയിന്റർ. ഓക്കെ, നമുക്ക് 4 കോളങ്ങളാണ് ഉള്ളത്. ഒന്ന് പർട്ടിക്കുലർ എമൗണ്ട്. P&L ഒറിജിനൽ P&L എടുത്തു കഴിഞ്ഞാൽ കോളത്തിന്റെ ഹെഡിങ് ഒന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ ആദ്യം തന്നെ ഉണ്ടാവുക ഈ ഒരു സൈഡില് നിങ്ങൾക്ക് എക്സ്പെൻസുകളും ഈ ഒരു സൈഡില് നിങ്ങൾക്ക് കിട്ടിയ ഇൻകമാണ് കാണിക്കുക. മനസ്സിലായല്ലോ. അപ്പൊ ഇൻകത്തുനിന്ന് ഇപ്പൊ എന്റെ കയ്യില് 1 ലക്ഷം റുപ്യ ഇൻകം വന്നു, എനിക്ക് എക്സ്പെൻസ് 60,000 റുപ്യ, എന്റെ പ്രോഫിറ്റ് എത്ര, 1,60,000 പോയാൽ 40,000 ആണല്ലോ. ഇതേ മെത്തേഡാണ് ഇവിടെ ഇൻകം കാണിക്കും, എക്സ്പെൻസ് കാണിക്കും. ഇൻകത്തുനിന്ന് എക്സ്പെൻസ് കുറച്ച് നിങ്ങളുടെ കയ്യിലുള്ള ലാഭം എത്രയെന്ന് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ. അപ്പൊ എക്സ്പെൻസില്ല. ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവം ഉണ്ടാക്കുക ചിലപ്പോൾ മാസത്തിലായിരിക്കും, ഒരു മാസത്തിന്റെ പീരീഡിലായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വീക്കിന്റെ പീരീഡ്. അപ്പൊ ഇതെങ്ങനെയാണ് ആ ഒരു പീരീഡ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പീരീഡ് എങ്ങനെയാണോ ആ പീരീഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. അപ്പോ ഞാൻ മാർച്ച് മാസത്തിലെ ഒരു P&L ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മാർച്ച് 1-ാം തീയതി, ഞാൻ മാർച്ച് 30-ാം തീയതിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് P&L. അപ്പൊ മാർച്ച് 1-ാം തീയതിയിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു, അന്ന് എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു ആ ഒരു മന്തില്, ആ സ്റ്റോക്ക് ഇവിടെ കാണിക്കും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ എണ്ണ അല്ല, സ്റ്റോക്കിന്റെ വാല്യൂ. ഇപ്പൊ 1 ലക്ഷം റുപ്യന്റെ സ്റ്റോക്ക് അവിടെ കിടക്കണമെങ്കിൽ ആ 1 ലക്ഷം റുപ്യ കാണിക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് ഈ ഒരു മാസം ഞാൻ എത്ര പർച്ചേസ് നടത്തി, ആ പർച്ചേസിന്റെ വാല്യൂ. അതിന്റെ കൂടെ തന്നെ ഞാൻ 2 ലക്ഷം റുപ്യന്റെ പർച്ചേസ് നടത്തി, പക്ഷേ ഈ 2 ലക്ഷം റുപ്യ മൊത്തം ഞാൻ ഇവിടെ ഉപയോഗിക്കണമെന്നുണ്ടോ, ഞാൻ തിരിച്ചു കൊടുത്താലോ, ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, വേറെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു, തിരിച്ചു കൊടുത്താലോ. ഈ 2 ലക്ഷം റുപ്യയിൽ ഒരു 16 റുപ്യന്റെ സ്റ്റോക്ക് ഞാൻ തിരിച്ചു കൊടുത്തു, ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 1,90,000 ഉണ്ടാവുള്ളൂ. അത് എവിടെ കാണിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയല്ലോ. ഒക്കെ തന്നെ നെറ്റ് വാല്യൂ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ. അടുത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ. 2 എക്സ്പെൻസ് ഉണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ സ്റ്റോക്ക് കൊണ്ടുവരാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ താഴെ വെയ്ജ്. ഇവിടെ താഴെ നിങ്ങൾക്ക് സാലറി കാണാം. വേജും സാലറി ഒന്നല്ലേ, പിന്നെന്തെങ്കിലും രണ്ടെണ്ണം. വെയ്ജ് എന്ന് പറയുന്നത് സ്ഥിരപ്പണിക്കാരല്ലാത്ത ആൾക്കാരുണ്ടാവും നമ്മുടെ കമ്പനിയില്, ഇവർക്ക് കൊടുക്കുന്നതിനാണ് വെയ്ജ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്കാണ് നമ്മൾ മന്ത്ലി സാലറി കൊടുക്കുക. അപ്പോ നമ്മുടെ കമ്പനിയിൽ എന്ത് വന്നു, സ്റ്റോക്ക് വന്നു എന്ന് വിചാരിക്കുക. ഈ സ്റ്റോക്ക് വരുമ്പോ ഈ സ്റ്റോക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം, എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക, എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നു. ഈ സാധനം നമ്മളെ എന്താ പറയാ ഗോഡൌൺക്ക് ഇറക്കി വെക്കണല്ലോ. അപ്പൊ ഗോഡൌൺക്ക് ഇറക്കി വെക്കണമെങ്കിൽ നമ്മൾ ചുമട്ട് തൊഴിലാളികളെ വിളിച്ചുകൊണ്ടുപോലേ. ഈ ചുമട്ട് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കണ്ടേ, നമ്മുടെ കമ്പനിയിലുള്ള പണിക്കാരാണ് അവര്, അല്ലല്ലോ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ക്യാഷ് നമ്മളിവിടെ വേജിൽ കാണിക്കും. ക്ലിയർ ആയല്ലോ. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ. ഈ ഒരു സാധനം കൊണ്ടുവന്നത് ഒരു ലോറിയിലല്ലേ, ഈ ലോറിക്കാരന് പൈസ കൊടുക്കേണ്ടി വരില്ലേ, ഈ ലോറിക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കേണ്ടി വരില്ലേ, അത് നമ്മൾ ഫ്രൈറ്റിൽ കാണിക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എന്തായിരിക്കും, സാലറി അറിയാലോ. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ട്, അവിടെ കാണിക്കണം. റെന്റ്, ആ ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കുന്നുണ്ട്, അവിടെ കാണിക്കണം. ഇപ്പോൾ വാഹനത്തിന് റെന്റ് കൊടുക്കുന്നുണ്ട്, അവിടെ കാണിക്കണം. ഇലക്ട്രിസിറ്റി ബില്ല്, അവിടെ ആ ബിൽഡിങ്ങിൽ വരുന്ന കറണ്ട് ബില്ല് അവിടെ കാണിക്കേണ്ടി വരും. പിന്നെ അല്ലറ ചില്ലറ അതർ ബില്ലുകൾ. ഞാൻ ഏകദേശം ഒരു ഐഡിയ തരാണ്. എല്ലാവരുടെ P&L ഇതുപോലെയാവില്ല. അത് അവരുടെ കമ്പനിക്ക് അവിടെ വരുന്ന എക്സ്പെൻസിനനുസരിച്ച് പേരുകളും ഇങ്ങനെ മാറിക്കളിക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സെയിൽസ്, എത്രത്തോളം നമുക്ക് അവിടെ സെയിൽ നടന്നു അല്ലെ. ഈ ഒരു മന്തിൽ നമുക്ക് എത്ര സെയിൽ നടന്നു,
നമ്മുടെ ഈ ഒരു മന്തിൽ 5 ലക്ഷം സെയിൽ ആണെന്ന് വിചാരിക്കും. ഈ 5 ലക്ഷം അവിടെ എഴുതിക്കൊള്ളണമെന്നില്ല. കാരണം സെയിൽസ് റിട്ടേൺ പറഞ്ഞ സാധനം അവിടെ ഉണ്ട്. കാരണം ഈ 5 ലക്ഷം സെയിൽ നടന്നെങ്കിലും ചില ആളുകൾ സാധനം എക്സ്പയർ ആയി, സാധനം ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അടിക്കും അല്ലെ. അപ്പൊ അങ്ങനെ റിട്ടേൺ അടിച്ചു. 5 ലക്ഷം ഒരു 50,000 സാധനം റിട്ടേൺ അടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ നെറ്റായിട്ട് എത്ര നടന്നിട്ടുള്ളൂ? 4,50,000 സെയിലേ നടന്നിട്ടുള്ളൂ. അത് അവിടെ കാണിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഒരു മന്ത് അവസാനം ഇപ്പൊ മാർച്ച് 30 നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മാർച്ച് 30 എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ട് വിൽക്കാതെ, ഈ സ്റ്റോക്കിന്റെ വാല്യൂ ആണ് ഇവിടെ ഇത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഇൻഡയറക്ട് ഇൻകം. നമ്മുടെ ബിസിനസ്സിലൂടെ അല്ലാതെ, നമ്മുടെ ബിസിനസ് എന്താ? ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് കാറിന്റെ ബിസിനസ്സാണ്, കാറ് വിൽക്കുന്ന ബിസിനസ്സാണ്. കാറ് വിറ്റിട്ട് കിട്ടുന്ന പൈസയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഇതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്, ശരിയായ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന പൈസയാണ് ഓപ്പറേറ്റ്. അല്ലാതെ നമുക്ക് ഇൻകം കിട്ടാം. കമ്പനിയുടെ പേരിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ബിൽഡിംഗ് റെന്റിന് കൊടുത്തിക്കണം, നമുക്കല്ല വേറെ ഏതോ ടീമിന് കൊടുത്തിക്കണം. കമ്പനിയുടെ പേരിലുള്ള ബിൽഡിംഗാ. ആ ബിൽഡിങ്ങിന്റെ റെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ റെന്റ് റിസീവ്ഡ്, നമുക്ക് ഇൻകാണ്, അതും ബിസിനസിന് ഇൻകാണ്. പക്ഷെ അത് ഇൻഡയറക്ട് ഇൻകം എന്ന് സെപ്പറേറ്റ് പേരിൽ വെക്കണം. ഒക്കെ കമ്പനിക്ക് ഇൻകം തന്നെയാണ്. ഓക്കെ, നമുക്ക് കാർ ഉണ്ടാക്കാനുള്ള സ്റ്റീല് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. ഈ സ്റ്റീല് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഈ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ആ ഡിസ്കൗണ്ടും നമുക്ക് ഇൻകം തന്നെയല്ലേ, നമുക്ക് ലാഭം തന്നെയല്ലേ. അതവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് അവിടെ കാണിക്കണം. നമുക്ക് പല സമയത്തും പല സാധനം വാങ്ങുമ്പോൾ അതിൽ കൊടുക്കുമ്പോഴൊക്കെ കമ്മീഷൻസ് കിട്ടിയിട്ടുണ്ടാവും പല ബിസിനസ്സുകളിലും. അപ്പൊ ഈ കമ്മീഷനും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? കാണിക്കണം. ഇനി ഇതിനൊക്കെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ. ഉദാഹരണമായിട്ട് ശ്രദ്ധിച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു 15,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കമ്പനിയിൽ. പർച്ചേസിൽ ഒരു 30,000 പർച്ചേസ് നടത്തി. പക്ഷെ 4,000 അവർ തിരിച്ചു കൊടുത്തു. മൊത്തം 26,000 എന്താ നടത്തി? പർച്ചേസ് നടത്തി. ക്ലിയർ ആയല്ലോ. വേജ്, ഈ ഒരു സ്റ്റോക്കിന് വേണ്ടിയിട്ട് അവര് ചുമട്ട് തൊഴിലാളികൾക്ക് കൊടുത്തത് 2,000 എന്ന് വിചാരിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ടും ഒരു 1,000 കൊടുത്തു. ക്ലിയർ ആയല്ലോ. അപ്പൊ മൊത്തത്തിൽ ഇത് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ, ഇത് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 44,000 കിട്ടും. ഓക്കെ, 44,000 എക്സ്പെൻസ് ഉണ്ട്. ഇനി ഇവിടെ സെയിൽസ് എടുത്തു നോക്കുകയാണെങ്കിൽ 42,000 സെയിൽ അവിടെ നടന്നു. പക്ഷേ റിട്ടേൺ ഒരു 2,000 റിട്ടേൺ വന്നു അല്ലെ. അപ്പോ 42,000 സെയിൽ നടന്നില്ല, 2,000 റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 40,000 ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 ഉണ്ട്. അപ്പൊ 40ഉം 10ഉം 50,000 നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. പക്ഷേ 44,000 എക്സ്പെൻസ് ഇവിടെ ഉണ്ട്. 50,000 44,000 പോയാൽ എത്ര ഉണ്ടാവും? 6,000 അല്ലേ. ഈ 6,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് അല്ലേ. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് 6,000 കാണിച്ചത്. അങ്ങനെ രണ്ടും ടാലി ആയിട്ട് 50,000 കിടക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ഇനി വേറെ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. കമ്മീഷൻ 10,000 നമുക്ക് കിട്ടിയിരിക്കണം. അതുപോലെ റെന്റ് ആയിട്ട് ഒരു 5,000 കിട്ടിയിരിക്കണം. ഡിസ്കൗണ്ട് ആയിട്ട് 2,500 കിട്ടിയിരിക്കണം. അങ്ങനെ മൊത്തത്തില് 67,500 കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇത് USA ബേസിൽ പറയുമ്പോൾ ഡോളർ എന്നായിരിക്കും. ഇന്ത്യയുടെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പി എന്നായിരിക്കും. വാട്ട് എവർ. ഓക്കെ, അപ്പൊ ഇൻഡയറക്ട് എക്സ്പെൻസുകൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായി? സാലറി ഒരു 2,000 ഉണ്ടായി, റെന്റ് ഒരു 1,000 ഉണ്ടായി, ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 500 വന്നു, അതർ ബില്ലുകൾ 200 വന്നു അല്ലെ. അപ്പൊ മൊത്തത്തില് നോക്കിയേ, ഈ 67,500 ഇവിടെ കിട്ടിയ 67,500 ഉണ്ടാവും. പക്ഷെ എക്സ്പെൻസ് അത്ര ഇല്ല. അപ്പൊ ഈ എക്സ്പെൻസ് ഒക്കെ പാടെ കൂട്ടിയിട്ട് നമ്മുടെ ഈ 67,500 കുറച്ചാൽ നിങ്ങൾക്ക് 13,800 ബാക്കി ഉണ്ടാവും. ഈ 13,800 ആണ് നിങ്ങൾക്ക് എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലാഭം 13,800 ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ 13,800 അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റൂല. ഇറ്റ്സ് ബ്ലാക്ക് മണി. അത് വൈറ്റ് മണി ആവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ലാഭമല്ലേ, എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും. ടാക്സ് എത്രയാണോ ആ രാജ്യത്ത് നിങ്ങളുടെ ടാക്സ് എത്രയാണോ ആ ടാക്സ് ആ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ then you can use this white money. Okay, അടുത്തത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി കറന്റ്ലി റിപ്പോർട്ട്സ് ടോട്ടൽ അസറ്റ്, ടോട്ടൽ ലയബിലിറ്റി, ടോട്ടൽ ഇക്വിറ്റി കറന്റ്ലി ഹാവിംഗ്. ഇത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്ന് മനസ്സിലാക്കാൻ. ബാലൻസ് ഷീറ്റിൽ ആ ഒരു കമ്പനിയിൽ ഉടനീളം നടന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. ആ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനിയുടെ അവസ്ഥ എന്താന്നുള്ളത്. ബാലൻസ് ഷീറ്റ് എപ്പോഴാണ് ഉണ്ടാക്കുക? വർഷത്തിൽ ഒരിക്കലാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോ നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ
നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. USA ആസ് പെർ കലണ്ടറാണ്. ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. അപ്പോ ഈ ഇന്ത്യയിലെ കാര്യം എടുക്കുമ്പോൾ മാർച്ച് 31 തീയതിയാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടി വരിക. അതേപോലെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 31 തീയതി ആയിരിക്കും നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടി വരിക. അപ്പോ ഈ ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത്? കമ്പനിയിൽ മൊത്തത്തിൽ എത്ര അസറ്റ് ഉണ്ട്, കമ്പനിയിൽ മൊത്തത്തിൽ എത്ര ലയബിലിറ്റി ഉണ്ട്, കമ്പനിയിൽ മൊത്തത്തിൽ എത്ര ഇക്വിറ്റി ഉണ്ട്. എന്താ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ട്. അതേപോലെ എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനിയിൽ എത്രത്തോളം കടബാധ്യതകളുണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം പൈസ എത്രത്തോളം ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. ഇപ്പൊ ഒരു ഐഡിയ തരികയാണ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിന് 2 കോളങ്ങളാക്കി, മൊത്തം 4 കോളം ഉണ്ട്, 2 പാർട്ടാക്കി. ഒന്ന് ഇവിടെ ലയബിലിറ്റി സൈഡും ഈ ഒരു സൈഡ് അസറ്റ് സൈഡും. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല എല്ലാവരും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ചിലപ്പോൾ അസറ്റിന്റെ താഴെ കൊണ്ടുപോയിട്ട് ലയബിലിറ്റി ഇടും. ഇതൊക്കെ അവരുടെ രീതികൾ അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ ലയബിലിറ്റി സൈഡും ഇവിടെ ഒരു അസറ്റ് സൈഡും. നിങ്ങളുടെ കമ്പനിയുടെ അസറ്റുകൾ എന്തൊക്കെയുണ്ടോ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും ഇവിടെ മൊത്തത്തില്. അതേപോലെ കമ്പനിയുടെ ലയബിലിറ്റി എന്തൊക്കെയുണ്ടോ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇത് രണ്ടും ബാലൻസ് ആയിട്ട് നിൽക്കണം. ഉദാഹരണത്തിന് അസറ്റ്, നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കും. 1 കോടി രൂപന്റെ ബിൽഡിംഗ് ഉണ്ട്. ഈ 1 കോടി രൂപ എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ? അതാണ് ഈ ലയബിലിറ്റി സൈഡിൽ ഉണ്ടാവുക. ഇതിന്റെ സോഴ്സുകൾ ഈ ലയബിലിറ്റി സൈഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോ ലയബിലിറ്റിയെ നമ്മൾ മൊത്തത്തില് 2 പാർട്ടാക്കി. ഒന്ന് കറണ്ട് ലയബിലിറ്റി, 2 നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാം കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പിടിച്ച് കാശാക്കാൻ പറ്റും. സ്പോട്ടിൽ, ഐ മീൻ അധികം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് കറണ്ട് അസറ്റിൽ ഉണ്ടാവുക. അത് ഉദാഹരണമായിട്ട് ബാങ്കിലുള്ള ക്യാഷ്, അത് ബാങ്കിൽ പോയ പൈസ കിട്ടൂലേ, അത് കറണ്ട് അസറ്റിൽ വരും. ഇനി നോൺ കറണ്ട് അസറ്റ്, ഉദാഹരണമായിട്ട് ബിൽഡിങ്, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ് അത് നോൺ കറണ്ട് അസറ്റ് ആണ്. അത് ക്യാഷ് ആയി വരണമെങ്കിൽ കുറച്ച് പണിയാണ്. ബ്രോക്കറെ കാണണം, ആളെ കണ്ടുപിടിക്കണം, ആളെടുക്കണം, രജിസ്റ്റർ ചെയ്യണം, ക്യാഷ് കിട്ടണം. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പൊ ഇതൊക്കെയാണ് നോൺ കറണ്ട് അസറ്റിൽ ഉണ്ടാവുക. പറഞ്ഞുതരാം. പിന്നെ അതുപോലെ കറണ്ട് ലയബിലിറ്റി, ഇപ്പൊ നമ്മൾ വീട്ടേണ്ട കടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഷോർട്ട് ടൈം 1 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് തീർക്കേണ്ട കടങ്ങളാണ് കറണ്ട് ലയബിലിറ്റിയിൽ ഉണ്ടാവുക. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 വർഷത്തിന് മുകളിൽ കാലാവധിയുള്ള കടങ്ങളൊക്കെയാണ് നോൺ കറണ്ട് ലയബിലിറ്റിയിൽ വരിക. ഇനി അടുത്തത് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം ക്യാഷിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതിൽ ക്യാപിറ്റൽ ഉണ്ടാവും. ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു മൂലധനം. അതിൽ തന്നെ 2 പേരുണ്ട്, പ്രിഫേർഡ് ഷെയർ ഹോൾഡറും കോമൺ ഷെയർ ഹോൾഡറും. ചുരുക്കി പറഞ്ഞാൽ മൊതലാളിമാരാണ്. മൊതലാളിമാരെന്ന് പറയാൻ പറ്റില്ല, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആണ് ശരിക്കും കമ്പനിയുടെ മുതലാളി എന്ന് പറയുന്നത്. പ്രിഫേർഡ് ഷെയർ ഹോൾഡറും കമ്പനിയിൽ ഷെയർ ഉള്ള ആള് തന്നെയാണ്. പക്ഷേ 2 പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കുള്ള മുതലാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ഷെയർ ഹോൾഡറാണ്. 2 പേർക്കും ലാഭം കിട്ടുന്നുണ്ട്, പക്ഷെ ആ ലാഭവിഹിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. റിസ്ക് കൂടും. കോമൺ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് റിസ്ക്കാ കൂടുന്നത്? കാര്യം പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് മാസാമാസം അത് ആ ഷെയറിന്റെ എന്താ പറയാ നിയമ അനുസരിച്ചാട്ടോ, ഓരോ ഷെയറിന് അവർ വെക്കുന്ന നിയമങ്ങൾ അനുസരിച്ചാണ്. ഉദാഹരണമായിട്ട് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ മാസാമാസം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ കൊടുക്കുന്ന ചെറിയൊരു എമൗണ്ട്, ലാഭം എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ഒരു കമ്പനിയിൽ കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസം എന്റെ കയ്യിലേക്ക് ഇങ്ങനെ 20,000 രൂപ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് മാസാമാസം ഒരു നിശ്ചിത എമൗണ്ട് ഡിവിഡൻഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കോമൺ ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെയല്ല. കമ്പനി ലാഭത്തിലാണോ എന്നാൽ കിട്ടും, കമ്പനി നഷ്ടത്തിലാണോ കിട്ടൂല. നല്ല ലാഭമാണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും, ചെറിയ ലാഭമാണെങ്കിൽ ചെറിയ എമൗണ്ട് കിട്ടും. കമ്പനിയുടെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചായിരിക്കും, കാരണം അവർ മുതലാളിമാരാണ്. ക്ലിയർ ആയല്ലോ. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ആർക്ക് പറ്റും? കോമൺ ഷെയർ ഹോൾഡേഴ്സിന് പറ്റും. ആർക്ക് പറ്റൂല? പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് പറ്റൂല. ക്ലിയർ ആയല്ലോ. അപ്പോ കമ്പനിയിൽ ഇപ്പോ ബോർഡ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം, സെക്രട്ടറി അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണ്ടേ? ഇങ്ങനെ വോട്ടിംഗ് പവർ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? കോമൺ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് അതിൽ യാതൊരു അധികാരവും ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് റിട്ടേൺ ഏർണിങ്സ്. റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ ഉണ്ടാക്കുന്ന ലാഭമല്ലേ? P&L ഓർമ്മയല്ലേ? ഒരു 13,800 രൂപ നമ്മൾ ലാഭം ഉണ്ടാക്കിയില്ലേ? ആ ലാഭം എങ്ങോട്ടാ പോണേ? റിട്ടേൺ ഏർണിങ്സിലോട്ട് ഇങ്ങനെ വരും.
റിട്ടേൺ ഏർണിങ്സിലോട്ട് ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടും. ഓരോ മാസത്തെ ലാഭം ഇങ്ങനെ വന്നിട്ട് റിട്ടേൺ ഏർണിങ്സിലോട്ട് ഇങ്ങനെ വന്ന് അടിഞ്ഞ് നമ്മളെ കയ്യിൽ എത്ര ലാഭം ഉണ്ട് എന്നുള്ളത് ആ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ റിട്ടേൺ ഏർണിങ്സിൽ നോക്കിയാൽ മതി. പിന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്പോട്ടിൽ ആ ഒരു വർഷത്തിന്റെ എന്താ പറയാ മാർച്ച് 2022 മാർച്ച് 31 ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണതെങ്കിൽ ആ 31 അസറ്റുകളും ആ 31 കടങ്ങളും ആ 34 നമ്മുടെ കയ്യിലുള്ള ക്യാഷുകളുമാണ് അതിലുണ്ടാവുക. ഇത് ഉണ്ടാക്കിയ പിറ്റേന്ന് തന്നെ ഞാൻ ചിലപ്പോ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടാവും. ആ കമ്പ്യൂട്ടർ ഞാനിവിടെ കറണ്ട് അസറ്റിൽ നോൺ കറണ്ട് അസറ്റിൽ ചേർക്കും. അത് ഈ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല, അടുത്ത കൊല്ലത്തെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഞാൻ ഇതിന് വാല്യൂസ് കൊടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു ശ്രദ്ധിക്കാം. കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് ആദ്യം കറണ്ട് അസറ്റിൽ നോക്കാം. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 70,000 റുപ്യ ഉണ്ട്. ക്യാഷ് ഒരു കറണ്ട് അസറ്റ് അല്ലേ? ബാങ്ക് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 5 ലക്ഷം റുപ്യ ഉണ്ട്. ബാങ്കും ഒരു കറണ്ട് അസറ്റ് അല്ലേ? ബില്ല് റിസീവബിൾ, ഞാൻ പറഞ്ഞായിരുന്നു ബില്ല് റിസീവബിൾ എന്താന്നുള്ളത്. നമ്മളെ കയ്യിലോട്ട് ഇനി കിട്ടാനുള്ള ക്യാഷ്, നമ്മളെ കയ്യിൽ നിന്ന് കുറെ പേര് കടം വാങ്ങിയിട്ട് സാധനം വാങ്ങി പോയിക്കണം, അവരൊക്കെ പൈസ തരാണ്ട് ഈ ആളുകളാണ് ബിൽ റിസീവബിളിൽ ഉണ്ടാവുക. അതിൽ മൊത്തം നമുക്ക് 1,30,000 കിട്ടാനുണ്ട് അല്ലെ? അപ്പൊ പോയി ചോദിച്ചാൽ കിട്ടൂലേ? പൈസ കിട്ടൂലേ? വലിയ പണിയുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് കറണ്ട് അസറ്റിൽ കിടക്കുന്നത്. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയും. നമ്മുടെ ഇൻവെന്ററിയിൽ എത്ര സാധനം കിടക്കുന്നുണ്ട്? അതൊരു 2 ലക്ഷം റുപ്യന്റെ സാധനം. ആ സാധനം വിറ്റാ പൈസ കിട്ടൂലേ? കുറെ കാലം കാത്തിക്കണോ? വേണ്ട. അതുകൊണ്ടാണ് അത് കറണ്ട് അസറ്റിൽ കിടക്കുന്നത്. ഇനി അടുത്തത് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റില് ഫർണിച്ചർ നമ്മൾ ഇന്ന് വിൽക്കാൻ വേണ്ടി വാങ്ങിയതല്ലല്ലോ, അത് കുറെ കൊല്ലങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ. അതാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. 6,93,800 രൂപയുടെ സാധനം ഫർണിച്ചറായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ മെഷീന് നോൺ കറണ്ട് അസറ്റ് ആണ് അല്ലെ? അതൊരു 10 ലക്ഷം റുപ്യന്റെ മെഷീൻ ഉണ്ട്. ബിൽഡിംഗ് 15 ലക്ഷം റുപ്യന്റെ ബിൽഡിംഗ് ഉണ്ട്. ഇത് മൊത്തത്തിലാണ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കാണാം 40,93,800 രൂപയുടെ അസറ്റ് മൊത്തത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. ക്ലിയർ ആയല്ലോ? ഈ നോൺ കറണ്ട് അസറ്റിനെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്നൊക്കെ വിളിക്കും കേട്ടോ. മുകളിലത്തത് കറണ്ട് അസറ്റും താഴെയുള്ളത് ഫിക്സ്ഡ് അസറ്റും. ഫിക്സ്ഡ് അല്ലേ? ഫർണിച്ചർ, മെഷീൻ, വീട്, ഇതൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ളതല്ലേ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഇതിന്റെ ഒക്കെ സോഴ്സ് എവിടുന്നാണ്? അത് വെറുതെ കിട്ടിയ പൈസ അല്ലല്ലോ, അതൊക്കെ കൊടുത്തിട്ടേ പൈസ കിട്ടിയില്ലേ? അതിന്റെ സോഴ്സ് ഇവിടെ കാണാൻ പറ്റും ലയബിലിറ്റിയിൽ. നമുക്ക് ബിൽ പേയബിള് പൈസ കൊടുക്കാനുണ്ട്. എത്ര? 16 റുപ്യ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഏതോ ഒരു 16 റുപ്യ വാങ്ങിയിട്ട് ഇവിടെ എന്തോ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ക്യാഷിലുള്ള 70,000 കിടക്കണുണ്ടില്ലേ? ആ 70,000-ല് 60,000 ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. 10,000 കൊടുക്കാനാ. മനസ്സിലായില്ലേ? അപ്പൊ ബിൽ പേയബിള് 10,000 കൊടുക്കാനുണ്ട്. ഷോർട്ട് ടേം ലോണുകൾ 2 ടൈപ്പ് ഉണ്ട്. സാധാ ലോണുകളും, അതാണ് നോർമൽ. അത് 2 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ കാലാവധിയുള്ള ലോണുകൾ, അതിനെയാണ് നമ്മൾ സാധാരണ ലോൺ എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ടേം ലോണുകളുണ്ട്. 1 വർഷത്തിന്റെ കാലാവധിക്ക് താഴെയുള്ള 6 മാസം കൊണ്ട് വീട്ടത്, 8 മാസം കൊണ്ട് വീട്ടേണ്ടതൊക്കെ ആയിട്ടുള്ള ലോണുകൾ ഉണ്ടാവും. ഇത് നമുക്കൊരു 50,000 റുപ്യ ലോണ് വീട്ടാണ്ട്, അത് കറണ്ട് ലയബിലിറ്റിയിലാണ് വരിക. പിന്നെ റെന്റ് അടക്കാനുണ്ട്. ആ റെന്റ് ഒരു 20,000 റുപ്യ നമുക്ക് മാസത്തിലെ റെന്റ് അടക്കാനുണ്ട്, അത് കറണ്ട് ലയബിലിറ്റിയിലുണ്ട്. അങ്ങനെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി നമുക്കൊരു 80,000 റുപ്യ ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഇവിടെ ഉള്ള ഏകദേശം പൈസയുടെ പോകാനുള്ള വക കിട്ടിയില്ലേ? ഇനി നോൺ കറണ്ട് ലയബിലിറ്റി, ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. അത് 1 വർഷത്തിന് മുകളിൽ കാലാവധി ഉള്ളതുണ്ട്. അതുകൊണ്ടാണ് അത് നോൺ കറണ്ട് ലയബിലിറ്റിയിൽ കിടക്കുന്നത്. അത് 10 ലക്ഷം റുപ്യ നമ്മൾ ലോൺ എടുത്തിരുന്നു. ആ 10 ലക്ഷം റുപ്യ ലോൺ എടുത്തോണ്ടാണ് ഇവിടെ കിടക്കണ എന്തോ ഒരു സാധനം വാങ്ങിയത്. അത് ഇനി ഈ മെഷീന് 10 ലക്ഷമാണ്. അപ്പൊ ഇതാണ് ആ 10 ലക്ഷം എന്ന് വിചാരിക്കരുത്. ക്ലിയർ ആയല്ലോ? ഡിവെഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ്. നമ്മൾ ലോൺ എടുക്കുന്നത് ബാങ്കിൽ നിന്നാണെങ്കിൽ നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് കടമെടുക്കൂലേ അല്ലെ? നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന്, എനിക്കൊരു ബിസിനസ് കാണാം, എനിക്കൊരു 5 ലക്ഷം റുപ്യ കടം തരും. ഇത് നമ്മുടെ പേപ്പറിൽ ഒപ്പിട്ടിട്ട് എനിക്ക് 5 ലക്ഷം റുപ്യ കടം തന്നു എന്ന് പറഞ്ഞ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നതിനാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കടപ്പത്രം. അപ്പോ അതൊരു 5 ലക്ഷം റുപ്യ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ 15 ലക്ഷം റുപ്യന്റെ നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്. അപ്പോ ഈ 15 ലക്ഷം നേരത്തെ 80,000, 15,80,000 ആയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 40 ലക്ഷം റുപ്യന്റെ ചെലവുണ്ട്. 15,80,000 ബാക്കി പൈസ കൊടുക്കുന്ന ഇത്രയും പൈസ കടം വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി പൈസ കൊടുക്കുന്ന കാരണം അത് എന്റെ പൈസ, ദാറ്റ്സ് മൈ. അപ്പൊ അതാണ് ഇക്വിറ്റിയിൽ കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇക്വിറ്റിയില് ക്യാപിറ്റലില് ഞാൻ മൂലധനമായിട്ട് ഇട്ടത് 25 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ആ 25 ലക്ഷത്തില് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഇട്ടത് 10 ലക്ഷവും, മുതലാളിമാര് ഞാൻ പറഞ്ഞല്ലോ കോമൺ ഷെയർ ഹോൾഡേഴ്സ് 15 ലക്ഷമാണ് ഇട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ?
റിട്ടേൺ ഏർണിങ്സിൽ 13,800 ഉണ്ട്. അങ്ങനെ മൊത്തം ഇക്വിറ്റി മാത്രം 25,13,800. ഇത് മൊത്തത്തിൽ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 40,93,800. നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ എന്താണോ അതിനനുസരിച്ചുള്ള ചെലവ് ഇവിടെ ഉണ്ട്, പുറത്ത് ലയബിലിറ്റി സൈഡിലുണ്ട്. അപ്പൊ ഒരു ബാലൻസ് ഷീറ്റ് നോക്കാൻ ഇപ്പൊ പഠിച്ചല്ലോ. ഒരു ബാലൻസ് ഷീറ്റും ഒരു P&L വായിച്ച് അതിന്റെ അകത്തു നിന്നുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു CMA കാരൻ ചെയ്യേണ്ട കാര്യം. എന്നിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ, ബിസിനസ് നഷ്ടത്തിലോട്ടാണെങ്കിൽ എങ്ങനെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാം, ഇനി ലാഭത്തിലാണെങ്കിലും എങ്ങനെ കൂടുതൽ ലാഭത്തിലോട്ട് എത്തിക്കാം എന്നുള്ളതാണ് ഒരു CMA കാരൻ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ വയ്യെ പഠിക്കും. ഇത് ജസ്റ്റ് ബേസിക്സ് മാത്രമാണ്. ഇനി അടുത്തത് നമ്മള് CMA നമുക്ക് കുറെ 12 സെക്ഷൻസ് പഠിക്കാനല്ലേ. ഈ 12 സെക്ഷൻസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് വരും. ഈ 12 സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ CMA കാരനായോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ 12 സെക്ഷൻ പഠിച്ചാൽ മാത്രം പോരാ, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഇതിന്റെ PDF-കൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിനൊക്കെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സെർച്ച് വെക്കാൻ മതി. ഇതിന് കുറെ PDF-കൾ ഉണ്ട്, കുറെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം CMA നമുക്ക് ക്ലിയർ ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ നമ്മൾ CMA പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യും.